എനിക്ക് എന്തു പറ്റിയാലും നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടക്കും. എല്ലാം ഞാൻ രാജുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നൂറായിസ നിനക്ക്. ഞങ്ങളിപ്പോ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അന്ന് തന്ന ഫയലിൽ അത് വേണം. ഇപ്പൊ കൊണ്ടുവരാം. ഫയല് കിട്ടിയത് തന്നെ. അത് അലമാരയിലുണ്ടെങ്കിലല്ലേ കിട്ടൂ. പിന്നെ ഇത് അവനിട്ടുള്ളൊരു പണിയാ ആ രാജുന്. ഈശ്വര, ഫയൽ ഇതെവിടെ പോയി? സർ, ആ ഫയല് കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ പോയി? അറിയില്ല സർ. ഒന്നുകൂടി ചെന്ന് നോക്ക്. ഞാൻ എല്ലായിടത്തും നോക്കി സർ, കാണുന്നില്ല. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവന് ഉത്തരവാദിത്ത കുറവുണ്ടെന്ന്. അമ്മ പേടിക്കണ്ട കേട്ടോ. ആ ഫയലിലെ മാറ്റർ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ഫയൽ ഞാൻ ഉണ്ടാക്കി തരാം. നിന്റെ തലയിൽ കളിമണ്ണാണോ അതോ വേറെന്തെങ്കിലാണോ? സാനിയുടെ വരനായ ഇവന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫയലുകളായിരുന്നു അതെല്ലാം. ഇവരിവിടെ വന്നത് എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല, ആ ഫയല് കൈപ്പറ്റാൻ കൂടിയാ. ഞാൻ ഇനി ആ ഫയൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? എന്തിനാടാ മഹാഭാബി സ്വന്തം പെങ്ങളെ തന്നെ ദ്രോഹിച്ചത്? ഇനി ഇതിന്റെ പേര് കല്യാണം മുടങ്ങിയ ഞാനിതെങ്ങനെ സഹിക്കും? എനിക്കറിയായിരുന്നു ഇത് ഇവർക്ക് വേണ്ടിയുള്ളതാണെന്ന്. ഈ കല്യാണാലോചന തുടങ്ങിയത് മുതലേ ഓരോരോ തടസ്സങ്ങളാണല്ലോ. ഒരു ഐശ്വര്യക്കുറവുണ്ട് എല്ലാത്തിനും. നമുക്കൊന്നുകൂടെ ആലോചിച്ചാലോ? അതിന്റെ ആവശ്യമില്ല സർ. ഫയൽ കിട്ടി. സർ, ഇതിപ്പോ എവിടുന്ന് കിട്ടി? വെച്ച സ്ഥലം ഞാൻ ഓർത്തില്ല. അതുകൊണ്ട് ആദ്യം എനിക്കത് കിട്ടാതിരുന്നത്. ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഫയല് കിട്ടിയ സ്ഥിതിക്ക് നിശ്ചയിച്ചതൊന്നും മാറില്ല. നമ്മൾ തീരുമാനിച്ച പോലെ കല്യാണം നടന്നിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ശരി. നിനക്കിങ്ങനെ സംഭവിക്കാത്താണല്ലോ. ഇത്തവണ എന്തു പറ്റി? ഒരു അബദ്ധം പറ്റിയതാ സർ. ഇനി അത് ആവർത്തിക്കില്ല. സോറി. കണ്ടോ അവന്റെ വിനയം? കണ്ടോ? ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ക്ഷമ ചോദിക്കാൻ അവന് ഒരു മടിയും ഉണ്ടായില്ല. ഈ ആത്മാർത്ഥതയാ ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്കുണ്ടാവുമ്പോ ആത്മാർത്ഥത. അത് ബോധ്യപ്പെട്ടു. പിന്നെ രാജുവിനോടുള്ള നിന്റെ നീരസം അത് വേണ്ട. രാജുവിന് പകരം രാജു മാത്രമേ ഉള്ളൂ. അത് ഓർമ്മ വേണം എപ്പോഴും. താങ്ക്സ് മാഡം. താങ്ക്സ് മാത്രമേ ഉള്ളൂ. രാജുവിന്റെ അഭിമാനം ഞാൻ രക്ഷിച്ചത്, ഒപ്പം ജോലി. അറിയാം, മാഡം കാരണം തന്നെയാ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു സംശയം. ആ ഫയല് എനിക്ക് എവിടുന്ന് കിട്ടിയെന്നല്ലേ? ഞാൻ ഇങ്ങനെ തോട്ടത്തിൽ കൂടി നടക്കുമായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോ അന്തരീക്ഷത്തിൽ നിന്ന് പേപ്പർ ഇങ്ങനെ താഴേക്ക് പറന്നു വരുന്നു. എല്ലാത്തിനും അച്ഛന്റെ ഒപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു വെച്ചു. ആരായിരിക്കും ആ ഫയലിലെ പേപ്പേഴ്സ് താഴേക്ക് എറിഞ്ഞത്? എനിക്കറിയില്ല. പക്ഷേ ആരായാലും അയാളെ സൂക്ഷിക്കണം. അയാള് നമ്മുടെ മിത്രമല്ല, ശത്രുവാ. ശത്രു.
എന്താ ഇവിടെ? ഞാൻ മാഡത്തെ കാണാൻ വന്നതാ. അതിന് ബെഡ്റൂമിലാണോ വരണ്ടേ? പ്രത്യേകിച്ച് ഋതികയുടെ. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ ഫയലിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ആരോ അത് അലമാരിൽ നിന്നെടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം തെളിവ് സഹിതം അയാളെ എനിക്ക് സാറിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ. എന്തിനാ അതിനൊക്കെ ശ്രമിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും സൂക്ഷിക്കാൻ നോക്ക്. അതെ, അത് തന്നെയാ ചെയ്യാൻ പോകുന്ന. സൂക്ഷിക്കും, നല്ലോണം സൂക്ഷിക്കും. എന്താടാ? അല്ല, അവനാ ഫയൽ എങ്ങനെ നഷ്ടപ്പെടുന്ന അന്വേഷിക്കാൻ പോകുന്നു. ചുമ്മാ പേടിപ്പിക്കാനാ. മോനെ ദീപക്കേ, അവനെ അത്ര നിസാരക്കാരനായി കാണണ്ട. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശക്തന്മാരിൽ ഒരാളായ വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മയുടെ ഏറ്റവും വിശ്വസ്തനാ ഇപ്പൊ ഇവിടുന്ന് പോയ രാജു. സാധാരണക്കാരനായ ഒരുത്തൻ അങ്ങനെ ഒരു പദവിയിൽ എത്തണമെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലെന്നറിയാലോ. അത്ര പെട്ടെന്നൊന്നും അവനെ ഇവിടുന്ന് പറിച്ചെറിയാനാവില്ല. അതിന് ബുദ്ധി പ്രയോഗിക്കണം, തന്ത്രവും. സ്വന്തം കുടുംബം, അതാണ് രാജുവിന്റെ ലോകം. അവിടെ കയറി കളിക്കണം. സ്വന്തം വീട്ടുകാരെ അപമാനിക്കപ്പെട്ട ആത്മാഭിമാനമുള്ള ഏത് മകൻ അത് കണ്ട് സഹിക്കാൻ പറ്റും? നീ കണ്ടോ, അവൻ ഈ വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകും. അതിനുള്ള പണി ഒപ്പിക്കാൻ നിന്റെ അമ്മയ്ക്കറിയാം. മോളെ, സമയം ഒരുപാടായി. നീ കേക്ക് കിട്ടിയേ? രാജു വരട്ടെ. അവൻ തിരക്കുള്ള ആളല്ലേ, വന്നില്ലെങ്കി എന്ത് ചെയ്യും? രാജു വന്നില്ലെങ്കിൽ ഞാൻ ഈ കേക്ക് കട്ടിയില്ല, അത്ര തന്നെ. മോളെ, രാജു. ഓ, സമാധാനമായി. ഇപ്പോഴെങ്കിലും ഒന്ന് എത്തിയല്ലോ. നീ വരാതെ കേക്ക് കട്ടിയില്ലെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഇവള്. ഇങ്ങനെയുണ്ടോ ഒരു ഇഷ്ടം? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കട്ട് ചെയ്യാതെ ഈ കേക്ക് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത് എന്തിനാന്നറിയോ? രാജുവിനെ കൊണ്ട് കട്ട് ചെയ്യിക്കാനാ. ഈ ബർത്ത്ഡേക്ക് രാജു വേണം കേക്ക് മുറിക്കാൻ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളല്ലേ സാധാരണ കേക്ക് കട്ടിയാറ്. അത് പഴയ സ്റ്റൈല്. ഇപ്പോ ഇതാണ് ഫാഷൻ. രാജുവാ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. വാ വാ. ഹലോ രമ്യ. വന്നേ. ആ കട്ടേ മോനെ. മോളെ, അച്ഛനില്ലയോ? എനിക്ക് പ്രധാനപ്പെട്ടൊരു വിഷയം രാജുവിനോട് സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് കുറച്ച് മാറി നിൽക്കാം. പേഴ്സണലാ, മറ്റാരും കേൾക്കാൻ പാടില്ല. വാ.
എന്താ രമ്യ? ഏയ്, പറയാനുള്ളത് എന്താന്ന് വെച്ചാ വേഗം പറ. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ഇന്ന് രാജുവിനെ എങ്ങും വിടില്ല. ഇപ്പൊ രാത്രിയായി. ഇനിയുള്ള സമയം മുഴുവൻ രാജു എന്റെ ഒപ്പം ഉണ്ടാവണം. ഏയ്, വർമ്മ സാറിന്റെ വീട്ടിലെ കല്യാണത്തിന്റെ മുഴുവൻ ചാർജ് ഇപ്പൊ എനിക്കാ. ഇപ്പൊ തന്നെ എനിക്ക് മണ്ഡപത്തിലെത്തണം. ഭക്ഷണം കഴിക്കാതെ രാജുവിനെ എങ്ങോട്ടും വിടില്ല. ദേ, കഴിക്കാതെ എങ്ങാനും പോയാ ഞാൻ പിന്നെ ഒരിക്കലും രാജുവിനോട് മിണ്ടില്ല. കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിക്കും, കഴിക്കണമല്ലോ. കഴിക്കാം, എന്നിട്ടേ പോവും. രാജുവിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. എന്താ ഇത്? ഒരു സമ്മാനം. സാധാരണ അങ്ങോട്ടല്ലേ സമ്മാനം തരേണ്ടത്? രമ്യയുടെ അല്ലേ ബർത്ത്ഡേ? അത് പഴയ സ്റ്റൈല്, ഇത് പുതിയ സ്റ്റൈൽ. ഓ, വാങ്ങ്. ഞാനും രമ്യക്കൊരു സമ്മാനമായിട്ടാ വന്നിരിക്കുന്ന. സമ്മാനമല്ല, ഒരു കടം വീട്ടല്. പ്രിയയ്ക്ക് വേണ്ടി മുടക്കിയ കാശ്. അത് ഞാൻ കടായിട്ടല്ലല്ലോ തന്നത്. രാജുവിന്റെ വീട്ടിലൊരു ആവശ്യം വന്ന അത് തീർക്കാനുള്ള ബാധ്യത എനിക്കും ഇല്ലേ? രണ്ടു വീട്ടുകാരെയും രണ്ടായിട്ടല്ല ഞാൻ കാണുന്നേ, ഒന്നായിട്ടാ. അതെങ്ങനെ ഒന്നാവും? നമ്മൾ രണ്ടല്ലേ? അത് ഇപ്പോ, നാളെ അത് മാറുമല്ലോ. ഇല്ലേ, മാറില്ലേ? ശരി, ആ കാശിങ്ങതാ. ഇനി ആ ബോക്സ് തുറന്നു നോക്കുന്നില്ലേ? അല്ല, വീട്ടിൽ ചെന്നിട്ട് പോരെ? പോരാ, ഇപ്പൊ ഇവിടെ വെച്ച് തുറക്കണം. തുറക്ക് രാജു, പ്ലീസ്. ഇഷ്ടായോ? എന്തിനാ രമ്യ ഇതൊക്കെ വാങ്ങാൻ പോയത്? എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാ. അതിങ്ങതാ, ഞാൻ ഇട്ടുതരാം. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ ഇട്ടോളാം. എവിടെ നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. അളവ് പോലും എത്ര കൃത്യം നോക്കി. ഒരു ഊഹം വെച്ച് വാങ്ങിയതാ ഞാൻ. എന്നിട്ടും രാജുവിന്റെ വിരലിൽ ഇതിട്ടപ്പോ എന്ത് രസാ കാണാൻ. പിന്നെ രാജു, എനിക്ക് രാജുവിനോട്. അതെ, രണ്ടാള് സംസാരിച്ച് തീർന്നെങ്കിൽ ഒന്ന് വേഗം വന്നാ നന്നായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കണം. അവരെല്ലാം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. വേഗം വാ, വാ മോളെ, വാ. രാജു, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞില്ല. അത് പിന്നെ ഒരിക്കലാവാലോ. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ? വാ രാജു. വാ. ആയിക്കോട്ടെ, എന്നാ പിന്നെ അങ്ങോട്ടിരിക്കാം. വരൂ. വരൂ വരൂ. മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവൾക്കൊരു പരീക്ഷ. മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ വടക്കേലെ മാലതി അമ്മയുടെ മോള്. ഓ, ഇപ്പൊ മനസ്സിലായി. അതോടെ ശരിക്ക് വിളിച്ചവരാരും കല്യാണത്തിന് വരാതിരുന്നില്ല. എല്ലാം നിന്റെ മഹത്വ. എന്റെയോ? ഒരിക്കലും അല്ല. നമ്മുടെ കുടുംബത്തിനെന്ന് പറയുകയും ചെയ്യും. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ നീയല്ലേ പ്രതാപ? നീ ഇല്ലായിരുന്നെങ്കിൽ എന്നെ കെട്ടുപോകേണ്ടതായിരുന്നു നമ്മളൊക്കെ.
എല്ലാം പൂർവികർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാ. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. കാർ പാർക്കിംഗ് സിസ്റ്റം എല്ലാം പെർഫെക്റ്റ്. രാജു എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ശേഖര ഞാനതല്ല അവനെ ഏൽപ്പിച്ചത്. അവനാവുമ്പോ നോക്കിയും കണ്ടും ചെയ്യുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് കൊടുത്തിരുന്നെങ്കിൽ പോലും ഇത്ര ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുക്കങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റും രാജുവിന് അവകാശപ്പെട്ടതാ. എന്നുവെച്ചാ ഇവനാണല്ലോ അവനെ ചുമതലപ്പെടുത്തിയത്, അല്ലേ പ്രതാപ? സോറി മാഡം. രാജു, സോറി മാഡം, സോറി. അല്ല മാഡം, ഒരുക്കങ്ങളുടെ തിരക്കിലാണോ? പിന്നല്ലാതെ എന്റെ അമ്മായിയുടെ മോളുടെ കല്യാണമല്ലേ, ഞാൻ വേണ്ടയെല്ലാം നോക്ക്. താനെന്താ പേപ്പറിൽ സിനിമയും കണ്ടോണ്ട് നടക്കുക? എന്നെയാണല്ലോ മാഡം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ഏർപ്പാട് ചെയ്തിരുന്നൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കായിരുന്നു. ശരി ശരി, ഞാൻ കാരണം പരിശോധന മുടങ്ങണ്ട. ഋതികെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ജയിക്കോ? പിന്നെ ജയിക്കാതെ? അല്ല, നീ പഠിത്തത്തിൽ മോശമാണെന്ന് അമ്മായി പറയുന്നുണ്ടായിരുന്നു. അവരുടെ മോളാ മോശം, ഞാനല്ല. ചെല്ല്. രാജു, നോട്ട്സ് മാറിപ്പോയി. ഈ മോതിരം പുതിയതാ? അതെ. ലക്ഷണം കണ്ടിട്ട് ആരോ തന്നതാണെന്ന് തോന്നുന്നു, ഗിഫ്റ്റ് ആയിട്ട്. ഗിഫ്റ്റോ? എനിക്കോ? സ്വർണ്ണ മോതിരം തരാൻ മാത്രം പാങ്ങുള്ള ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല മാഡം. ഇത് അച്ഛൻ വാങ്ങി തന്നതാ, ഏതോ ജോൾസിന്റെ ഉപദേശം. എന്താണ് മകന് ജാതകത്തിൽ പ്രശ്നം? എങ്ങനെ അറിയാം? ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. കർമ്മം നന്നായി ചെയ്യുക, ആരെയും ചതിക്കാതിരിക്കുക, നല്ലത് വിചാരിക്കുക, നല്ലത് വരും. അത് ശരിയാ. കണ്ടോ അമ്മയെ കൊഞ്ചിക്കൊഴയുന്നത്? ആളുകൾ കാണുന്നുള്ള വിചാരം പോലുമില്ല. അമ്മ ഇതൊന്നും കാണുന്നില്ലേ? എല്ലാം കാണുന്നുണ്ട്. എനിക്കെന്റെ കാലും കൈയും തരിച്ചു വരിക. കല്യാണ മണ്ഡപം ആയിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും പറയായിരുന്നു. പക്ഷെ നീ വിഷമിക്കണ്ട, എന്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ആർക്കെതിരെയാണോ അത് നടപ്പിലാക്കേണ്ടത്, അവരിപ്പോ ഇവിടെ വരും. അല്ല, എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? കല്യാണ കത്തില്ലാത്ത ആരെയും അകത്തേക്ക് കയറ്റി വിടണ്ടെന്ന് ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ മോൻ എന്തെങ്കിലും ഒരു വിധത്തിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലേ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഇന്ന് നമ്മളത് തിരിച്ചു കൊടുക്കും. രാജു മഹാനാണല്ലോ. അവന്റെ വീട്ടുകാരെ അപമാനിക്കപ്പെടാൻ പോകുന്നത് നീ കൺകുളിർക്കെ കണ്ടോ? എങ്ങോട്ടാ? കല്യാണത്തിന്. കുറിയെവിടെ? കൊറിയ? അതെ, ക്ഷണക്കത്ത്. ക്ഷണക്കത്തില്ലാത്ത ആരെയും അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ല. ഞങ്ങൾക്ക് ക്ഷണക്കത്ത് വേണ്ട. ഞങ്ങൾ ഈ കുടുംബമായിട്ട് അത്രയ്ക്ക് അടുപ്പമുള്ളവരാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ക്ഷണക്കത്ത് വേണം, അല്ലാതെ അകത്തേക്ക് കയറി പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞ എങ്ങനെയാ? നിങ്ങൾ വാ.
എങ്ങനെയുണ്ട്? കാലക്കി. ആ താനെന്തിനെ പിടിച്ചു തള്ളിയത്? ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. രാജു എന്റെ മോനാ. അവൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ PA. എന്നെ തള്ളിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞ തന്റെ പണി പോവും. എന്റെ പൊന്നിയേട്ടാ, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അകത്തു നിന്നുള്ള നിർദ്ദേശമാ, എനിക്കതല്ലേ അനുസരിക്കാൻ പറ്റൂ. ശരി തന്നെ. താനേ അകത്തുള്ളവർ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? അകത്ത് ചെന്ന് രാജുവിന്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ടെന്ന് ഒന്ന് ചെന്ന് പറയൂ. ദയവ് ചെയ്ത് അതൊന്ന് ചെന്ന് പറയും. ശരി. പ്രശ്നമാവുമല്ലോ അമ്മേ. അകത്തേക്ക് കയറുമോ അവര്? നീ പേടിക്കണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം.